സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് 2025 മാർച്ച് വരെ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12 രാശികളിലായി 27 നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുമ്പോൾ അതിലെ 2 രാശിക്കാർക്ക് ശനിയും വ്യാഴവും അനുഗ്രഹം ചൊരിഞ്ഞു കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രത്യേകമായ ഒരു കാര്യം. ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർക്ക് നീണ്ട കാലയളവിൽ തന്നെ അനുഗ്രഹാശിസ്സുകൾ ലഭിക്കുന്നതാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. അതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യാഴവും ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2025 മെയ് മാസത്തോടു കൂടി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമായ ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ശനിയാകട്ടെ കുംഭൻ രാശിയിൽ മൂലത്രികോണ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2025 മാർച്ച് 23 വരെ ശനി കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യും. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നതാണ്. ശനിയുടെ അനുഗ്രഹാശിസ്സുകൾ ലഭിക്കുന്നതും വ്യാഴത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുമായ 2 രാശിക്കാരാണ് മേടം രാശിക്കാരും കന്നിൻ രാശിക്കാരും. ആദ്യം നമുക്ക് മേടക്കൂറ് നോക്കാം. അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം ചേരുന്ന മേടക്കൂറുകാർക്ക് കുംഭൻ രാശിയിൽ മൂലത്രികോണ രാശിയിൽ പൂർണ്ണ തൃപ്തനായി നിൽക്കുകയാണ് ശനി. മേടം രാശിക്കാർക്ക് കുംഭൻ രാശിയിൽ 11-ാം ഭാവമാണ്. സർവ്വവിധ ലാഭം പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണ്. ശനി ശുഭനാണെങ്കിൽ സർവകാര്യ വിജയം, വാഹനലാഭം, ശയനസുഖം, ഭക്ഷണ സമൃദ്ധി, ഗ്രഹലാഭം, ധനവരവ്, വിവാഹം നടന്നു കിട്ടാനും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനവരവ് പ്രതീക്ഷിക്കാം. രോഗങ്ങൾ ആശങ്കകളൊക്കെ കുറയുകയും സർവ്വവിധ സൗഭാഗ്യങ്ങൾ, രാജകീയ സുഖഭോഗങ്ങൾ എന്നിവ യോഗങ്ങളെല്ലാം തന്നെ അനുഭവത്തിൽ വരുന്നതാണ്. മേടൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ വ്യാഴം 2-ൽ നിൽക്കുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന കാലഘട്ടം. ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും കാര്യങ്ങൾ ശുഭകരമായി തീരും. വീട്, വാഹനം, വസ്തു ലഭിക്കുന്നതിനും എല്ലാ ഭാഗ്യം കാലഘട്ടമാണ്. പ്രതീക്ഷിക്കാത്ത ധനവരവ് ഉണ്ടാകും. രോഗാരിഷ്ടതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകും. രാജകീയ സുഖഭോഗങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും. ശയനസുഖം, ഭക്ഷണസുഖം, വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടന്നു കിട്ടാനും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. അടുത്തത് കന്നിക്കൂറാണ്. വ്യാഴവും ശനിയും അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന 2-ാമത്തെ രാശിയാണ് കന്നിരാശി. ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, അത്തം ചിത്രയുടെ 1, 2 പാദങ്ങൾ ചേരുന്ന കന്നിരാശിക്കാർക്ക് 6-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നു. ഭാഗ്യഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നു. മേടം രാശിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ 6-ാം ഭാവത്തില് ശനി സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. ശയനസുഖം, രോഗാരിഷ്ടതകൾ കുറയാനും ഭക്ഷണസുഖം, ഗ്രഹലാഭം, വാഹനലാഭം, സർവകാര്യ വിജയം, പ്രതീക്ഷിക്കുന്ന രീതിയിലെല്ലാം ധനവരവുകളും ഉണ്ടാകാനും സാധ്യതയുള്ള കാലഘട്ടത്തിലൂടെയാണ് കന്നിരാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാഴവും ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലം ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയെ ഉണ്ടാകില്ല. എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഫലങ്ങളും മാറും. സ്വന്തം ഗ്രഹനിലയിൽ ഇപ്പോഴത്തെ അവസ്ഥ കൂടി പരിശോധിച്ച് ഫലം പൂർണ്ണമാക്കേണ്ടതാണ്. ഈ 2 രാശിക്കാർക്കും വളരെയധികം ദൈവാധീനമുള്ള സമയമാണ്. ഗോചരാൽ അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞു നിൽക്കുന്ന സമയത്തിലൂടെയാണ് കന്നിരാശിയും മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.